വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ ലൂക്ക 5-ാം അധ്യായം യേശുവിന്റെ ആദ്യ ശിഷ്യരുടെ വിളിയോടെയാണ് ആരംഭിക്കുന്നത്. ഗന്നേസരത്ത് തടാകക്കരയിൽ മീൻ പിടിച്ചുകൊണ്ടിരുന്ന ശിമയോൻ പത്രോസ് ഉൾപ്പെടെയുള്ളവർ രാത്രി മുഴുവൻ പരിശ്രമിച്ചിട്ടും ഒന്നും പിടിക്കാതിരുന്ന സാഹചര്യത്തിൽ യേശു വീണ്ടും വലവീശാൻ അവരെ നിർദ്ദേശിക്കുന്നു. അത്ഭുതകരമായ മീൻപിടുത്തമുണ്ടാകുന്നു. ഇത് കണ്ട പത്രോസ് തന്റെ പാപാവസ്ഥ തിരിച്ചറിഞ്ഞ് യേശുവിന്റെ മുമ്പിൽ വീഴുന്നു. യേശു അവനെ ആശ്വസിപ്പിച്ച്, ഇനി മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവനായിരിക്കുമെന്ന് പ്രഖ്യാപിക്കുന്നു. പത്രോസ്, യാക്കോബ്, യോഹന്നാൻ എന്നിവർ എല്ലാം വിട്ട് യേശുവിനെ അനുഗമിക്കുന്നു. തുടർന്ന് യേശു ഒരു കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്നു. യേശുവിന്റെ കരുണയും അധികാരവും ഇവിടെ പ്രകടമാകുന്നു. നിയമപ്രകാരം പുരോഹിതനെ കാണാൻ യേശു അവനെ അയക്കുന്നു. യേശുവിന്റെ കീർത്തി പൂർവാധികം വ്യാപിച്ചു. അവന്റെ വാക്ക് കേൾക്കുന്നതിനും രോഗശാന്തി നേടുന്നതിനും വേണ്ടി വളരെ ആളുകൾ തിങ്ങിക്കൂടി. യേശു എത്ര തിരക്കിലും പ്രാർത്ഥനയ്ക്ക് കൊടുക്കുന്ന പ്രാധാന്യം 5-ാം അധ്യായം 16-ാം തിരുവചനത്തിൽ വ്യക്തമാണ്. അവനാകട്ടെ വിജനപ്രദേശങ്ങളിലേക്ക് പിൻവാങ്ങി അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പിന്നീട് യേശു ഒരു തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്ന സംഭവമാണ് വിവരിക്കുന്നത്. സുഹൃത്തുക്കൾ അവനെ കൂരയ്ക്ക് മുകളിൽ നിന്ന് ഇറക്കി കൊണ്ടുവന്നു. യേശു ആദ്യം അവന്റെ പാപങ്ങൾ ക്ഷമിക്കുന്നതിലൂടെ തന്റെ ദൈവിക അധികാരം വെളിപ്പെടുത്തുന്നു. തുടർന്ന് അവനെ ശാരീരികമായി സുഖപ്പെടുത്തുന്നു. ഇത് കണ്ടവർ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും അത്ഭുതപ്പെടുത്തുകയും ചെയ്യുന്നു. ഇതിനുശേഷം യേശു ചുങ്കം പിരിക്കുന്ന ലേവിയെ, അതായത് മത്തായിയെ വിളിക്കുന്നു. മത്തായി എല്ലാം ഉപേക്ഷിച്ച് യേശുവിനെ അനുഗമിക്കുന്നു. ചുങ്കക്കാരോടും പാപികളോടും കൂടി യേശു ഭക്ഷണം കഴിക്കുന്നതിനെതിരെ ഫരീസയർ വിമർശിക്കുമ്പോൾ യേശു തന്റെ ദൗത്യം രോഗികളായവർക്കും പാപികളായവർക്കുമെന്ന് വ്യക്തമാക്കുന്നു. അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് ഉപവാസത്തെക്കുറിച്ചുള്ള ഉപദേശം കാണുന്നു. പഴയതും പുതിയതും തമ്മിലുള്ള ബന്ധം വിശദീകരിക്കാൻ യേശു പുതിയ വസ്ത്രവും പുതിയ വീഞ്ഞും പഴയ കുടങ്ങളുമെന്ന ഉപമകൾ ഉപയോഗിക്കുന്നു. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിന്റെ അനന്തശക്തിയാൽ ആത്മാവിന്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.